യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ലോകമെമ്പാടുമുള്ള ഷാലോം ടിവിയുടെ പ്രേക്ഷകരെ പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് വളരെയധികം സാധാരണക്കാരിൽ സാധാരണക്കാരനായ ജീവിതം നയിക്കുകയും എന്നാൽ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ ഒത്തിരിയേറെ ഉന്നതമായ അവസ്ഥയിലെത്തിയിട്ടും ദൈവസ്നേഹത്തിൽ സഭയെ നയിക്കാൻ വേണ്ടി അൽമായരെയും തൻ്റെ മുന്നിൽ വരുന്ന വൈദികരെയും പരിശീലിപ്പിക്കുകയും ദൈവത്തോടും സഭയോടുമുള്ള വലിയ സ്നേഹം നിലനിർത്തിക്കൊണ്ട് സഭയ്ക്ക് വലിയ അനുഗ്രഹമായി മാറിയ ഒരു ശ്രേഷ്ഠ വൈദികനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുക. റവറൻഡ് ഡോക്ടർ ജോസഫ് കടുപ്പിൽ അച്ഛനാണ് നമ്മളോടൊപ്പം. അച്ഛ, സ്നേഹത്തോടെ സ്വാഗതം. അച്ഛ, ഈ ദുബൈയിലേക്ക് അച്ഛൻ ധ്യാനിപ്പിക്കാനായിട്ട് കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അച്ഛൻ്റെ ഒരു ടോക്കിൽ കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് അച്ഛൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുകയും പല പദവികൾ വഹിക്കുകയും ചെയ്യുന്നുണ്ട്. ഒത്തിരിയേറെ വിദ്യാഭ്യാസത്തിൽ ഔന്നത്യത്തിലാണ് താനും. എങ്കിലും ഗ്രാമീണമായ ശൈലിയിലും ആ സ്നേഹത്തിലും നിർമ്മലതയിൽ നിന്നും ഒരു വ്യത്യാസവും അച്ഛൻ്റെ ഭാഷയ്ക്കോ പെരുമാറ്റങ്ങൾക്കോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയായിട്ട് നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് എല്ലാ മനുഷ്യനും മനസ്സിലാകുകയും ആ ഒരു വലിയ സ്ഥാനം അച്ഛനെ ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉണ്ടാകുകയും ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അതിങ്ങനെയൊക്കെ നിലനിൽക്കണമെങ്കിൽ എത്രയധികം ശ്രേഷ്ഠമായൊരു ജീവിത പശ്ചാത്തലമാണ് കിട്ടുകയെന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമേ അറിയേണ്ടത്. ദൈവം അച്ഛൻ്റെ കുടുംബവും മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പാലാ രൂപതയിലെ പാതുവ ഇടവകയിലെ ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ജനിച്ച ഒരാളാണ്. വളരെ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു. കൃഷി ഉപജീവന മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഒത്തിരി സ്നേഹമുള്ള അപ്പനും അമ്മയും. എൻ്റെ അമ്മ മരിച്ചുപോയി, ചാച്ചൻ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏറെ സ്നേഹമുള്ള സഹോദരങ്ങൾ. എനിക്കൊരു സഹോദരിയുണ്ട്. ഏറ്റവും മൂത്ത സഹോദരി കല്യാണം കഴിച്ചു. അവർക്ക് 3 മക്കൾ, 3 സഹോദരങ്ങളുണ്ട്. ഏറ്റവും മൂത്ത സഹോദരന് അദ്ദേഹത്തിന് 4 മക്കൾ, രണ്ടാമത്തെ സഹോദരന് 2 മക്കളുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് കഴിഞ്ഞ വർഷം മരിച്ചുപോയി. ഒരു മകളുണ്ട്. നേരെ മൂത്ത സഹോദരന് 2 മക്കളുണ്ട്. ഇതാണ് ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലം. അതെ, ചെറിയൊരു ഗ്രാമത്തിലാണ് അച്ഛൻ ജനിച്ചത്. അപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയൊരു ദൈവിക പശ്ചാത്തലമാകാം ഒരുപക്ഷെ. എന്നാണ് ഒരു വൈദികനാകണമെന്നുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം എങ്ങനെ അച്ഛനിലേക്ക് കടന്നു വന്നു? ഞാൻ പലപ്പോഴും ശ്രമിച്ച് നോക്കിയിട്ടുണ്ട് എപ്പോഴാണ് എനിക്കൊരു അച്ഛനാകണമെന്ന് ആഗ്രഹം എൻ്റെ മനസ്സിൽ ഉണ്ടായത് എന്ന്. സത്യം തുറന്ന് പറഞ്ഞാൽ ഓർമ്മ വെച്ചപ്പം എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എനിക്കൊരു അച്ഛനാകണം എന്നുള്ളതാണ്. എൻ്റെ വല്യപ്പനും വല്യമ്മയും ജീവിച്ചിരുന്നു. ഞാൻ സെമിനാരിൽ ചേരുമ്പോഴും അച്ഛനാകുന്നവരെ എൻ്റെ വല്യമ്മയുണ്ടായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. ഞാനും മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. കുർബാന സംബന്ധിച്ച് നിൽക്കുമ്പം കുർബാന ചൊല്ലണമെന്നുള്ള ആഗ്രഹം അതെൻ്റെ മനസ്സിൽ എങ്ങനെയോ കുഞ്ഞ് നാളിൽ ഉദിച്ചു. അത് വളർന്നു വന്നു. പിന്നെ പുറകോട്ട് ചിന്തിക്കുമ്പം എൻ്റെ മനസ്സിലെ കുഞ്ഞാഗ്രഹത്തെ വളർത്തിയ ആൾ എന്നെ 1ലും 2ലും പഠിപ്പിച്ച എൻ്റെ ഒരു അധ്യാപികയാണ്. തങ്കമ്മ ടീച്ചർ എന്നാണ്, എടൂര് തങ്കമ്മ ടീച്ചർ എന്നറിയപ്പെടുന്ന ടീച്ചർ എന്നെ ഏറെ സ്നേഹിച്ചിരുന്നു.
ടീച്ചറിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാനൊരു അച്ഛനാകണം എന്നുള്ളത്. ഞാൻ ടീച്ചറിൻ്റെ കൂടെയാണ് സ്കൂളിൽ പോയിരുന്നത്. ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പം എല്ലാ ദിവസവും എന്നോട് ടീച്ചർ ചോദിക്കുമായിരുന്നു ചോദ്യം, എടാ നിനക്കൊരു അച്ഛനാകണ്ടേ എന്ന് ചോദിക്കും. ഞാൻ ടീച്ചറിനോട് ദിവസം 2 നേരവും മറുപടി പറയും എനിക്ക് അച്ഛനാകണമെന്ന്. അതായിരിക്കും ഒരു പക്ഷേ ഇത് വളർത്താനായിട്ട് ഇടയാക്കിയത്. തമ്പുരാൻ തന്ന ഏറ്റവും വലിയ ദാനമായിട്ട് ഈ ദൈവവിളിയെ ഞാൻ കണക്കാക്കുന്നു. അച്ഛാ, ഈ തങ്കമ്മ ടീച്ചർ ഇപ്പോൾ എവിടെയുണ്ട്? തങ്കമ്മ ടീച്ചർ സ്വർഗത്തിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സന്തോഷിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം. സ്വർഗത്തിലിരുന്ന് അച്ഛൻ വൈദികനായതും അതുപോലെ തന്നെ ഇന്ന് ആ പേര് പറയുമ്പോഴും പൗലോസ്ലീഹ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നായതുകൊണ്ട് തീർച്ചയായിട്ടും സ്വർഗത്തിലിരുന്ന് ടീച്ചർ സന്തോഷിക്കുന്നു എന്ന് തന്നെ നമ്മളും വിശ്വസിക്കുന്നു. ഒരു സംശയം അതിലില്ല. പിന്നീട് വളർന്നു വന്നു, ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞു, അച്ഛനായി. പിന്നെ അച്ഛൻ പോയ വഴികളെ ഒന്ന് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം എനിക്ക് വലിയ ദൈവപരിപാലന 1 മുതൽ 7 വരെ ഞാൻ പഠിച്ചത് പള്ളിയുടെ സ്കൂള് സിസ്റ്റേഴ്സ് പഠിപ്പിച്ചിരുന്ന സ്കൂളിലാണ്. ഏറെ പരിഗണനയും സ്നേഹവും പ്രോത്സാഹനവും എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും എന്നെ പഠിപ്പിച്ചിട്ടുള്ള മറ്റ് അധ്യാപികമാരിൽ നിന്നും ലേഡി ടീച്ചേഴ്സ് പഠിപ്പിച്ചിരുന്നവരെല്ലാം. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചത് മറ്റക്കര ഹൈസ്കൂളിലാണ്. ഒരു ഹിന്ദു മാനേജ്മെൻറ്റിലുള്ള സ്കൂളാണ്. പക്ഷേ എത്രയോ വലിയ പ്രോത്സാഹനവും നല്ല രൂപീകരണവും ആ സ്കൂളിൽ ലഭിച്ചു. അടുത്തിടെ ഞാൻ ആ സ്കൂളിൽ പോകാനായിട്ട് ഇടയായി. ഞാൻ സ്കൂളിലെ 3ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ഞാൻ കേട്ടത് ഇതിനോടകം ആ സ്കൂളിൽ പഠിച്ച 21 വിദ്യാർത്ഥികൾ വൈദികരായിട്ടുണ്ട്. ഞാൻ 4ാമത്തെ ആളാണ്. അതിനുശേഷം എത്രയോ പേര് അച്ഛനായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഒത്തിരി അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായ സംഗതി. 10ാം ക്ലാസ് പാസ്സായി നല്ല മാർക്കോടെ തന്നെ ഞാൻ പാസ്സായി ഡിസ്റ്റിങ്ഷനോടെ. അതിനുശേഷം ഞാൻ പാലാ സെമിനാരിയിൽ ചേർന്നു. 3 വർഷക്കാലം അവിടെ പഠിച്ചു. ഫസ്റ്റ് ഇയറിൽ ഭാഷകളൊക്കെ പഠിച്ചു. സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അന്ന് പ്രീ ഡിഗ്രി പഠിച്ചു. അതിനുശേഷം വടവാതൂർ സെമിനാരിയിലേക്ക് എന്നെ അധികാരികൾ പറഞ്ഞയച്ചു. അവിടെ തത്വശാസ്ത്രവും ദൈവശാസ്ത്രവും അഭ്യസിച്ചു. അതിനിടയിൽ 1 വർഷം റീജൻസി കാലം അത് പല ബിഷപ്പ് ഹൗസിൽ താമസിച്ച് വേദപാഠത്തിൻ്റെ ഓഫീസിൽ ഞാൻ റീജൻസി ചെലവഴിച്ചു. ഇതൊക്കെയാണ് എൻ്റെ വൈദിക പരിശീലന കാലഘട്ടത്തിൽ. വൈദികനായ ശേഷം ആദ്യം കൂടല്ലൂർ എന്ന് പറയുന്ന ഒരു കൊച്ചിടവകയിൽ അസ്തേന്ത്യയായിട്ട് എന്നെ നിയമിച്ചു. അവിടെ എനിക്ക് സന്തോഷകരമായിരുന്നു. 2 അച്ഛന്മാരുടെ കൂടെ, ബഹുമാനപ്പെട്ട നടക്കലെ സെബാസ്റ്റ്യൻ അച്ഛൻ്റെ കൂടെയും ഐരമന തോമസ് അച്ഛൻ്റെ കൂടെയും ഞാൻ അസ്തേന്ത്യയായിട്ട് ജോലി ചെയ്തു. അവിടെ നിന്ന് വാഴ്ത്തപ്പെട്ട അൽഫോൺസാമ്മയുടെ നാമകരണ നടപടികൾക്കുള്ള അസിസ്റ്റൻ്റ് വൈസ് പോസ്റ്റ്ലേറ്ററായിട്ട് എന്നെ നിയമിച്ചു. അവിടെ 6 മാസം ജോലി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം അഭിമന്യ പള്ളിക്കാപ്പറമ്പിൽ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട് ബിഷപ്പ് ഹൗസിലേക്ക് ഞാൻ സ്ഥലം മാറ്റപ്പെട്ടു. അവിടെ 2.5 വർഷക്കാലം പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു. അതിനുശേഷം എന്നെ വിദ്യാഭ്യാസത്തിന് ഉപരിപഠനത്തിന് വേണ്ടി റോമിലേക്ക് അയച്ചു. ഏതാണ്ട് 5.5-6 വർഷക്കാലം റോമിൽ ഞാൻ പഠിച്ചു. കാനൻ ലോയിലെ ലൈസൻഷ്യേറ്റും ഡോക്ടറേറ്റും റോമിലെ പൊന്റിഫിക്കൽ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചു. 1 വർഷക്കാലം ഉർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജൂറിസ്പ്രുഡൻസിൽ ഡിപ്ലോമ നേടി തിരികെ വന്ന് ആ വർഷം തന്നെ ഞാൻ LLBക്ക് ഗുൽബർഗ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു. അതേസമയം തന്നെ രൂപത കോടതിയിലെ ജഡ്ജായിട്ട് എന്നെ നിയമിച്ചു. അവിടെ ആ ജോലിയും അതേസമയം പഠനവും നടത്തി. പഠനം അവസാനിക്കാറായ കാലത്ത് എന്നെ ഇവിടെ അമേരിക്കയിലേക്ക് ജോലിക്ക് പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ സീറോ മലബാർ രൂപത സ്ഥാപിതമായതിനു ശേഷം 2.5 വർഷക്കാലം കഴിഞ്ഞിരുന്നു. അവിടെ ചാൻസലറായിട്ട് ഏതാണ്ട് 8 വർഷക്കാലം 7.5 വർഷക്കാലം അമേരിക്കയിൽ ഷിക്കാഗോ രൂപതയിലെ ചാൻസലറായിട്ട് ജോലി ചെയ്തു. തിരികെ വന്ന് ഞാൻ കൂട്ടിക്കൽ എന്ന് പറയുന്ന ഇടവകയിൽ 1 വർഷക്കാലം വികാരിയായി സേവനമനുഷ്ഠിച്ചു. തുടർന്ന് 5 വർഷം മോനിപ്പള്ളി സെൻറ്റ് തോമസ് ഇടവകയിലെ വികാരിച്ചനായിരുന്നു. ആ കാലത്ത് തന്നെ വടവാതൂർ സെമിനാരിയിൽ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് ഞാൻ പോകുന്നുണ്ടായിരുന്നു. 2 വർഷം മുമ്പ് വടവാതൂർ സെമിനാരിയിലെ പുതിയൊരു ഫാക്കൽറ്റി പൗരസ്ത്യ കാനൻ നിയമം പഠിപ്പിക്കുന്നതിനുള്ള പുതിയൊരു ഫാക്കൽറ്റി അനുവദിച്ച് കിട്ടിയപ്പം ഏറെ പ്രൊഫസേഴ്സിനെ അവിടെ ആവശ്യമായിട്ട് വരികയും വടവാതൂർ സെമിനാരിയിലേക്ക് എന്നെ പൂർണ്ണമായിട്ട് സ്ഥലം മാറ്റുകയും ചെയ്തു. അവിടെ താമസിച്ചുള്ള ഒരു പ്രൊഫസറായിട്ട് ഇപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്യുന്നു. പോയ വഴികൾ അച്ഛൻ വളരെ ലളിതമായിട്ടും എന്നാൽ വളരെ സ്പീഡിലും പറഞ്ഞു. നമ്മൾ കേട്ടപ്പോൾ സത്യത്തിൽ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, എത്രയധികം പഠിച്ചു, എന്തുമാത്രം പഠനത്തിൻ്റെ ഒരു മേഖല അങ്ങനെ. അതോടൊപ്പം തന്നെ ശുശ്രൂഷയാണല്ലോ ഇതെല്ലാം. നമ്മളെ ഓരോ സ്ഥലത്തും അമേരിക്കയെ വിട്ടപ്പോഴും എല്ലാം വൈസ് ചാൻസലറായിട്ടൊക്കെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈസി കാര്യമല്ല. അതിനെല്ലാം ഇടയിൽ ഇന്നലെ നമ്മൾ അച്ഛനോട് സംസാരിക്കുകയോ അച്ഛൻ വചനം പങ്കുവയ്ക്കുന്ന സമയത്തൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ 5 ക്ലാസ് പോലും പഠിക്കാത്തവർക്ക് മനസ്സിലാകുന്ന ഏറ്റവും ലളിതം, ഇത് താഴോട്ടൊരു ലളിത ഭാഷയുണ്ടോയെന്നറിയില്ല. ഞങ്ങൾ കേട്ടപ്പോൾ ഓർക്കുകയായിരുന്നു ഔസേബിയൂസിൻ്റെയും
അതുപോലെ തന്നെ ഒരിജൻ്റെയൊക്കെ ചരിത്രങ്ങളെ, അവരുടെ വ്യാഖ്യാനങ്ങളെ അച്ഛൻ 2 പഠിക്കുന്ന കൊച്ചുങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ വ്യാഖ്യാനിക്കുകയായിരുന്നു. അപ്പോൾ ഈ മനോഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല. സാധാരണഗതിയിൽ പാണ്ഡിത്യം കയറുമ്പം കൂടുന്നതനുസരിച്ച് ലാംഗ്വേജും മാറും, ഭാഷയ്ക്ക് വ്യത്യാസമുണ്ട്. അറിയാതെ അവരാരും ഗമ കൊണ്ടൊന്നും ആണെന്ന് ഞാനും പറയില്ല, പക്ഷേ അറിയാതെ അവരുടെ ഭാഷയുടെ ബലം മാറുന്നുണ്ട്, ശൈലി മാറുന്നുണ്ട്. എന്നാൽ അച്ഛന് ഇന്നും ആ ചെറിയ ഇടവകയിൽ ജനിച്ച കരിമ്പൻ തോട്ടത്തിലെ തീ കത്തിക്കുമ്പോൾ കാവൽ നിൽക്കുന്ന കൊച്ചു പയ്യൻ്റെ അതേ മനസ്സിലാണ് അച്ഛൻ്റെ ഉദാഹരണം പോലെ തന്നെയാണ്. എന്താണ് ആ മനസ്സ് നിർത്താൻ വേണ്ടി അച്ഛൻ്റെ ഉറച്ച തീരുമാനമാണോ, അതെയോ അച്ഛൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പാഠങ്ങൾ, ജീവിതത്തിൽ ഏറ്റവും എളിമയോടെയും സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ജീവിതമായിരിക്കണം എൻ്റെ മരണം വരെ എന്നുള്ള തീരുമാനമാണോ ഇതുപോലെയുള്ള ചില വലിയ തീരുമാനങ്ങൾക്ക് കാരണം? എന്നെ നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി എൻ്റെ കർത്താവിൻ്റെ സുവിശേഷങ്ങളാണ്. എൻ്റെ മുമ്പിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന എൻ്റെ മാതൃകയും എൻ്റെ ഗുരുവും നാഥനുമായ കർത്താവ് പഠിപ്പിച്ചത് ഈ ലോകത്ത് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉന്നതമായ രഹസ്യത്തെക്കുറിച്ചാണ്, ദൈവരാജ്യത്തെക്കുറിച്ചാണ്. അവിടുന്ന് പഠിപ്പിച്ചതോ ഏറ്റവും ലളിതമായ ശൈലിയിലാണ്. ഈശോ പഠിപ്പിച്ചതിനേക്കാൾ ലളിതമായിട്ട് ഈ ലോകത്ത് ആർക്കും പഠിപ്പിക്കാനാവില്ല. ഈശോയുടെ ശൈലി അത് സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രസംഗിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ള ചിത്രം. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ലളിതമാക്കി പറയാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിലും ധ്യാനങ്ങളിലും പ്രസംഗങ്ങളിലും ഒക്കെ പരമാവധി ലളിതമാക്കി. നമ്മളെ ശ്രവിക്കുന്നത് പല വിദ്യാഭ്യാസ മേഖലയിലുള്ളവർ, പല സംസ്കാരങ്ങളിൽ നിന്നുള്ളവർ, പല പ്രായത്തിലുള്ളവർ ഒക്കെയുമാകാം. ആർക്കും ഇത് മനസ്സിലാകാതെ പോകരുത്. ഈശോയ്ക്കുണ്ടായിരുന്ന നിർബന്ധം അതായിട്ട് സുവിശേഷങ്ങൾ വായിക്കുമ്പം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിവിൻ്റെ പരമാവധി ലളിതമാക്കാനായിട്ട് ഞാൻ ജീവിക്കുന്നത് പോലെ, കാണുന്നത് പോലെ, കേൾക്കുന്നത് പോലെ അങ്ങോട്ട് പറയുന്നു. അത് മാത്രമേ ഉള്ളൂ. അത് വളരെ സന്തോഷമാണ് അച്ഛൻ. ഞങ്ങൾ കേട്ടിടത്തോളം ഒക്കെ നമുക്ക് മറ്റിടവകളിൽ നിന്ന് കിട്ടിയ ധ്യാന സമയത്ത് കിട്ടിയതൊക്കെ അച്ഛൻ വളരെ ലളിതമായിട്ട് പറയുന്നതിനെ പറ്റി ഒരു നല്ല സാധാരണക്കാരന് മനസ്സിലാകുന്നു, സ്നേഹം തോന്നുന്നു, നമുക്കും അങ്ങനെ ആകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതും ഇത്ര പദവിയിലൊക്കെ ഇരുന്ന ഒരു അച്ഛൻ വളരെ സിമ്പിളായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. അപ്പോൾ ഇതൊരു പ്രഘോഷണമല്ലേ ഒരു പക്ഷേ ക്രിസ്തു ആഗ്രഹിച്ച, അച്ഛൻ പറഞ്ഞ പോലെ സെമിനാരികളിലെ എല്ലാ വൈദിക വിദ്യാർത്ഥികൾക്കും നമ്മൾ കൊടുക്കേണ്ട ഒരു വലിയ പഠനം ഇതല്ലേ? അങ്ങനെ ഒരു പഠനം നമ്മുടെ സെമിനാരിയിലുണ്ടോ? എൻ്റെ ഒബ്സർവേഷനിൽ ഏറെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് സെമിനാരി വിദ്യാർത്ഥികൾ ഈ ശൈലിയിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പിള്ളേരുടെ പ്രസംഗങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്, ചെമ്മാശന്മാരുടേത് ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. അധികം ആളുകളും ഈ ഒരു ശൈലിക്ക് വേണ്ടി ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. എല്ലാവരെ കൊണ്ടും ഒരേപോലെ ഒരേ ശൈലി സ്വീകരിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. പക്ഷേ കുട്ടികളുടെ ശ്രമം പലപ്പോഴും അങ്ങനെ നല്ല കഴിവുള്ള മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ സെമിനാറുകളിലുണ്ട് എന്നുള്ളത് വലിയ പ്രതീക്ഷ നൽകുന്നതും സന്തോഷം നൽകുന്നതുമായ ഒരു സംഗതിയാണ്. അത് ഇന്നലെ അച്ഛൻ പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർക്കുകയാണ്. ഒന്നും യാദൃശ്ചികമല്ല. ഒരു മനുഷ്യൻ്റെ ജനനം ആണെങ്കിലും അവൻ്റെ ജീവിതമാണെങ്കിലും എല്ലാത്തിൻ്റെ അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതി, അത് മുൻകൂട്ടി തീരുമാനമാണ്. അപ്പോൾ അച്ഛൻ്റെ അപ്പനും അമ്മയും സാധാരണക്കാരായ 2 മനുഷ്യർ അവരുടെ പ്രാർത്ഥനയുടെയും ദൈവസ്നേഹത്തെ, അച്ഛൻ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയോടും ഒക്കെയുള്ള വലിയ ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും ഫലമായിട്ടാണ് ഇന്ന് സഭയ്ക്കും ജനത്തിനും മുഴുവൻ, ദൈവജനത്തിനും അനുഗ്രഹമായ ഒരു വൈദികനെ ആ കുടുംബത്തിൽ നിന്ന് ദൈവം തീർച്ചയായിട്ടും തന്നത്. അപ്പോൾ അവരെപ്പറ്റി, അവരുടെ ആ ജീവിത ശൈലിയെപ്പറ്റിയൊക്കെ ഒന്ന് അച്ഛനെ ഒന്നുകൂടെ വിശദീകരിക്കാമോ? മറ്റ് അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ പിന്തുടരാവുന്ന ഒരു കാര്യങ്ങളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. എനിക്ക് എടുത്തു പറയാവുന്നത് സാധാരണക്കാരായ അപ്പനും അമ്മയുമായിരുന്നു എൻ്റെ അപ്പനും അമ്മയും. കൃഷിയായിരുന്നു മുഖ്യമായിട്ടുള്ള രീതി. പഴയ ഒരു രീതികളിലൊക്കെയുള്ള വീടും സൗകര്യങ്ങളും സമ്പ്രദായങ്ങളുമായിരുന്നു വീട്ടിലത്. അച്ചാച്ചൻ വളരെ സ്ട്രിക്റ്റായിട്ടുള്ള ആളായിരുന്നു, കർശന സ്വഭാവക്കാരനായിരുന്നു. എൻ്റെ അമ്മ വളരെ പാവമായിരുന്നു. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചേർന്നതാണ് ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ സന്തോഷം. ചാച്ചന് വേഗം അരിശം വരും, വളരെ കർശനമാണ്, എല്ലാറ്റിലും വലിയ ചിട്ടയുണ്ട്. അമ്മ എന്നാൽ അത്ര വേഗത്തിൽ അരിശപ്പെടുകയില്ല, എല്ലാം ക്ഷമിക്കും. പിന്നെ ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. ചാച്ചനധികം സ്നേഹം ഉണ്ടെങ്കിൽ പ്രകടിപ്പിക്കാൻ അറിയാൻ പാടായിരുന്നു. അമ്മ ഏറെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇത് രണ്ടിൻ്റെയും കൂടെ സംഗമം അത് ഞങ്ങളുടെ വീടിനെ ഏറെ നന്മയ്ക്ക് കാരണമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ലോകത്തിലുള്ള ഈ കേൾക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് ഒരു വേറൊരു സന്ദേശമാണ്. കാരണം 2 പേരും ഒരേ സ്വഭാവമല്ല 90% കുടുംബത്തിലും. അപ്പോൾ ഒരാൾ ഒത്തിരി സംസാരിക്കുമെങ്കിൽ മറ്റേ ആൾ മിണ്ടത്തേ ഇല്ലായിരിക്കും, അല്ലെങ്കിൽ ഒരാൾ ക്ഷമിക്കുമെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതായിരിക്കും. എങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തെ നയിച്ചുകൊണ്ട് പോയൊരു ദൈവസ്നേഹം,
അവരെ രണ്ടുപേരെയും അല്ലേ. അത് മക്കൾക്ക് ആർക്കും ഒരു വിഷമവും വന്നില്ല, നിങ്ങൾക്ക് ആർക്കും ഇത് കണ്ടിട്ട്. അതേസമയത്ത് ഇന്ന് കുഞ്ഞുങ്ങൾ ഏതെങ്കിലും ചെറിയ കാര്യങ്ങളിൽ വളരെ അവർ ടെൻസ്ഡാണ്. അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ അവരെ കൊണ്ട് താങ്ങാൻ ഒന്നും പറ്റുന്നില്ലെന്നായി. ഒരു സഹനവും കഷ്ടപ്പെടാനോ അല്ലെ അധ്വാനിക്കാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൻസിൽ അത് ഒടിഞ്ഞു പോയാൽ അതിനൊന്ന് വീണ്ടും അതിനെ ഒന്ന് ശരിയാക്കി എടുക്കുന്നതിന് വരെ അത് കളഞ്ഞിട്ട് വേറൊരു പെൻസിൽ എടുക്കാനേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. ആ രീതിയിലേക്ക് വളർന്നു വരുന്ന ഈ തലമുറയോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ വീടിൻ്റെ ഭാഗമായിട്ട് വളരണം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ചെറുപ്പത്തിൽ ഞാനും എൻ്റെ തലപ്പഴിയിലുള്ള മറ്റാളുകളും ഒക്കെ ചെയ്തിരുന്നത് പോലെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളിലെ ഭാഗഭാഗിത്വം കുഞ്ഞു പ്രായം മുതൽ, ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ വീട്ടിൽ എനിക്ക് ജോലി ഉണ്ടായിരുന്നു. അത് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അതിന് ഉത്തരം പറയേണ്ടി വരും. അച്ചാച്ചൻ ചോദിക്കും, ചാച്ചൻ്റെ മുമ്പിൽ അതിന് ന്യായീകരണം പറയണം. അത് തീർച്ചയായിട്ടും വലിയ വളർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നുണ്ട്. സാവധാനം നമ്മളെ കളിക്കാനോ കുളിക്കാനോ തോടുണ്ട് വീടിനടുത്ത് ഒക്കെ വിടും. പക്ഷേ ആ പോകുന്നിടത്തൊക്കെ ചാച്ചൻ്റെ അമ്മയുടെ ഒരു കണ്ണ് ഉണ്ടായിരുന്നു എന്നുള്ളത്, നമ്മൾ ആരുടെ കൂടെയാണ് കളിക്കുന്നത്, ആരുടെ കൂടെയാണ് കുളിക്കാൻ പോകുന്നത്, ആരോടൊക്കെയാണ് കൂട്ടുകൂടുന്നത്, ആരോടാണ് മിണ്ടുന്നത്, ഇതൊക്കെ വീട്ടിൽ തിരിച്ചു വരുമ്പം പറയണം. ഇതൊക്കെ ലോഹ്യം കൂടി ചാച്ചനും അമ്മയും ചോദിക്കും, അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി എവിടെയെങ്കിലും വഴി മാറുന്നുണ്ടെങ്കിൽ നാളെ അവിടെ പോകണ്ടെന്ന് പറയും, അല്ലെ പോക്കോട്ടെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയും. അത് വളരെ കൃത്യമായിട്ട് ഇവർ ശ്രദ്ധിച്ചിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ഒരു പക്ഷേ അന്നത്തെ സാഹചര്യം കൊണ്ടായിരിക്കാം ചാച്ചനൊരു കാര്യം വേണ്ടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വേണ്ടാന്നാണ്. ഇതിനപ്പുറത്തോട്ട് വേറൊരു ചോദ്യമോ ഇല്ല പറച്ചിലും ഇല്ല. അമ്മയും പിന്നെ അതിന് നിർബന്ധിക്കുകയില്ല. ചാച്ചൻ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. അമ്മയോട് നമ്മൾ പിന്നെ കുറേയൊക്കെ നിർബന്ധിച്ച് നോക്കും, എന്നാലും അമ്മ വേണ്ടാന്ന് പറഞ്ഞാൽ ചാച്ചൻ അതിന് പിന്നെ വേണമെന്ന് സമ്മതിക്കാറില്ല. ചാച്ചൻ വേണ്ടാന്ന് പറഞ്ഞാൽ അമ്മ സമ്മതിക്കാറില്ല. അത് ഒരു പക്ഷേ എല്ലാ കുടുംബങ്ങൾക്കും ഇന്നൊരു സന്ദേശം, കുഞ്ഞുങ്ങൾക്കും അത് പാഠമാണ്. മാതാപിതാക്കൾക്ക് വിധേയമാകുന്നത് കൊണ്ട് ഒരു നഷ്ടവും സംഭവിക്കുകയില്ലെന്ന് മാത്രമല്ല, നമുക്ക് വളർച്ചയുടെ വലിയ പടവുകളിലേക്ക് നമ്മളെ നയിക്കുന്ന ആദ്യ ഘട്ടം മാതാപിതാക്കളുടെ വിധേയത്വം എന്നുള്ളതിൽ ഒരു ശങ്കയും സംശയവും വേണ്ട. ഇത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കാണുന്നതാണ്, കുഞ്ഞുങ്ങളും കാണുന്നതാണ്. അച്ഛൻ പറഞ്ഞത് അച്ഛൻ്റെ ജീവിതമാണ്. കാരണം എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടായിരുന്നു, വ്യക്തതയുണ്ടായിരുന്നു. ആരുടെ കൂടെ നടക്കുന്നു എന്നുള്ളതിനൊരു ചോദ്യമുണ്ടായിരുന്നു, അതിന് കൃത്യമായ ഉത്തരം വേണമായിരുന്നു. ഇന്നൊരു പക്ഷേ സ്വന്തം മക്കളെ എവിടെ പോകുന്നെന്ന് പല കാരണവന്മാർക്കും അറിയില്ല. ഇവരെപ്പോൾ തിരിച്ചു വരുന്നെന്ന് പോലും അറിയാൻ മേലാതെ കിടക്കുന്ന മാതാപിതാക്കന്മാരുടെ ഇടയിലാണ് അച്ഛൻ ഈ പറഞ്ഞ സന്ദേശം അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇതൊന്ന് ചിന്തിക്കാൻ, തിരിച്ച് നമ്മളൊക്കെ വളർന്നതിനെ കൂടെ ഒന്ന് ഓർക്കാൻ. നമ്മൾ കഷ്ടപ്പെട്ടതുകൊണ്ട് അവർ കഷ്ടപ്പെടരുത് എന്ന് പറയുന്നതിന് പകരം നമ്മൾ കഷ്ടപ്പെട്ടതുകൊണ്ട് അവരും കഷ്ടപ്പെട്ടോട്ടെ, കഷ്ടപ്പെട്ടാൽ അതിന് അർത്ഥമുണ്ടെന്ന് പറയുകയായിരുന്നു അച്ഛൻ്റെ ജീവിതം അല്ലേ. ഇനി അച്ഛന് പോയ ജീവിതത്തിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു, കുടുംബ കോടതിയിൽ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അതിൻ്റെ അകത്തും ജോലി ചെയ്യേണ്ടി വന്നു. അപ്പോൾ അച്ഛനെ വേദനിപ്പിച്ചാൽ അച്ഛന് ലോകത്തോട് പറയാനുള്ള സന്ദേശം കാണാം. ഒരുപക്ഷെ ആ സ്ഥാനത്തിരുന്നപ്പോൾ കണ്ട കുടുംബങ്ങളുടെ ജീവിതങ്ങളുടെ തകർച്ചയെ പറ്റിയോ അല്ല അതിനെ എങ്ങനെ കരകയറ്റാൻ പറ്റും, ഇന്ന് ഓരോ നിമിഷവും പ്രതിസന്ധി അനുഭവിക്കുന്ന കുടുംബത്തിലാണ്. അത് അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അനേകം അനുഭവങ്ങൾ കാണാം. അതിന് പൊതുവായിട്ട് ശാലോം ടിവിയിലൂടെ ഇപ്പം കോടിക്കണക്കിന് ജനങ്ങളോട് അച്ഛന് സംസാരിക്കാൻ പറ്റുകയാണ്. എന്താണ് കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കാൻ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഒന്നിച്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അച്ഛൻ അതിന് പറയാനുള്ളത്? കുടുംബങ്ങളിലെ ശൈഥില്യം ഏറെ വർത്തമാനമായിട്ടുണ്ട് എന്നുള്ളതിനകത്ത് ഒരു ശങ്കയും വേണ്ട. ഞാൻ പഠനം കഴിഞ്ഞ് തിരികെ വന്നത് 2002 ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ്. അന്ന് എന്നെ അഭിമന്യ പള്ളിക്കാപ്പുറം പിതാവ് കോടതിയുടെ ജഡ്ജായിട്ട് എന്നെ നിയമിച്ചു. ആ ഒരു വർഷം ബഹുമാനപ്പെട്ട മൈക്കിൾ വട്ടപ്പലത്തച്ഛൻ്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അന്ന് ഉണ്ടായിരുന്ന കേസുകളുടെ എണ്ണവും, പിന്നീട് ഞാൻ അമേരിക്കയിലൊക്കെ പോയിട്ട് തിരികെ വന്ന ശേഷം 2012 മുതൽ അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് എന്നെ വീണ്ടും കോടതിയുടെ ജഡ്ജിയായിട്ട് നിയമിച്ചു. ബഹുമാനപ്പെട്ട മുകളേപ്പറമ്പിലച്ഛൻ്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ കോടതി വരുന്ന കേസുകളുടെ എണ്ണവും തമ്മിൽ താരതമ്യം ചെയ്താൽ വലിയ ഒരു വർധനവ്, അത് നമ്മളെ ഏറെ ആശങ്കപ്പെടുത്തുന്ന അളവിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യം. എല്ലാ മേഖലകളിലും കുടുംബങ്ങൾക്കുള്ള വെല്ലുവിളികളെ ഇന്ന് കുടുംബങ്ങൾ നേരിടുന്നു എന്നുള്ളതിലേക്കുള്ള സൂചനയാണ് ഈ എണ്ണം തന്നെ, വർധനവ് തന്നെ. അത് ക്രൈസ്തവ കുടുംബങ്ങൾ മാത്രമല്ല, പൊതുവെ കുടുംബങ്ങളുടെ വിവാഹമോചനങ്ങളുടെ എണ്ണം വർദ്ധമാനമായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ട് ഇതെന്ന് ചോദിച്ചാൽ പല ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്ന് ആണ് ഈ ഒരവസ്ഥയിലേക്ക് നയിക്കപ്പെടുന്നത്. ഇതിൻ്റെ പരിഹാരം എന്തെന്ന് ഞാൻ ഒന്നാമതായിട്ട് പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്യം, പാപ്പ പറഞ്ഞു, ദൈവികത വളരുന്ന സ്ഥലമാണ് കുടുംബം.
പാപ്പ തുടർന്ന് പറഞ്ഞു, ദൈവികത കുടുംബത്തിൽ വളരേണ്ടത് 2 യാഥാർത്ഥ്യങ്ങളിലൂടെയാണ്. ഒന്ന്, ദമ്പതികൾ തമ്മിലുള്ള സ്നേഹത്തിലൂടെ. 2, ജീവൻ്റെ പരികർമ്മത്തിലൂടെ. തുടർന്ന് പാപ്പ പറഞ്ഞു, ചുരുക്കി പറഞ്ഞു, സ്നേഹത്തിലൂടെയും ജീവനിലൂടെയുമാണ് ദൈവികത കുടുംബത്തിൽ വളരുന്നത്. തൊട്ട് ചേർന്ന് മാർപ്പാപ്പ പറഞ്ഞു, പിശാച് തീരെ ഇഷ്ടപ്പെടാത്ത 2 കാര്യമാണ് സ്നേഹവും ജീവനും. എവിടെ സ്നേഹമുണ്ടോ അതില്ലാതാക്കാൻ അവൻ ശ്രമിക്കും, എവിടെ ജീവനുണ്ടോ അതിനെ ഹനിക്കാൻ അവൻ ഓടി നടക്കും. ഇന്ന് ഈ പൈശാചികത, ദൈവത്തിന് എതിരായ ചില ശക്തികളോ തത്വങ്ങളോ എന്തുമാകട്ടെ, അതിൻ്റെ പ്രവർത്തനം നമ്മുടെ കുടുംബങ്ങളെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖസത്യം. അതിനുള്ള പരിഹാരം ദൈവികതയിലെ കുടുംബങ്ങളെ ഒരുമിച്ച് നിർത്തുകയാണ്. തമ്പുരാൻ്റെ സ്ഥാപനമാ കുടുംബം, ദൈവത്തിൻ്റെ സ്വന്തമാ കുടുംബം. ഈ ബോധ്യത്തിൽ വളർന്നാൽ ഏറെ കുടുംബ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ, അതിന് വ്യത്യസ്ത മേഖലകളെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. നമുക്ക് കഴിയും എന്നുള്ളതിനകത്ത് ശങ്ക വേണ്ട. അതാണ് അച്ഛന് പറയാനുള്ളത്. പക്ഷേ ഓരോ ഇടവകയും ഇപ്പം നമ്മുടെയൊക്കെ മനസ്സിൽ എപ്പോഴും സ്വപ്നങ്ങൾ പോലെ തോന്നാറുള്ള ഒരു കാര്യമാണ്. അച്ഛന് ഉന്നതമായ ഒരു പൊസിഷനും ഒക്കെ ഉള്ളതും കൊണ്ട് പറയുകയാണ്, നമുക്ക് നമ്മുടെ രൂപതയുടെ തന്നെ ഉദാഹരണം എടുത്താൽ പാലാ രൂപത, ഇഷ്ടംപോലെ ദേവാലയ സംവിധാനങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രതിസന്ധി വന്നാൽ അവർക്ക് ഒരു സഭാപരമായ ഒരു ഇടപെടലോടുകൂടി കൗൺസിലിങ്ങോ അതുപോലെ തന്നെ യുവജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവരെ അതാത് ഇടവകളിൽ ചേർത്ത് പിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു മാസത്തിലോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിലെങ്കിലും അവരെ ഒന്ന് യോജിപ്പിച്ച് അതിന് പറ്റുന്ന ആ ഇടവക വികാരിച്ചതിനോടൊപ്പം അതിന് തന്നെ ഒരു ടീം, യുവജന ജീസസ് യൂത്ത് മാത്രമല്ല ഞാൻ പറയണത്, നമ്മുടെ ഒരു ടീം തന്നെ അതിൻ്റെ ഒപ്പം ഇറങ്ങി ഈ കുട്ടികളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാനും, അല്ലെങ്കിൽ സഭ നിങ്ങളോട് ഉണ്ട് എന്ന്, സഭയുടെ സർവ്വ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഈ യുവജനങ്ങളോടെയാണ് എന്ന് പറയത്തക്ക രീതിയിൽ ഓരോ ഇടവകയ്ക്കും, അതായത് ഇപ്പോൾ നമുക്കൊക്കെ മനസ്സിലാകുന്നത് കൺവെൻഷനോ ആഘോഷങ്ങളോ ഒക്കെ വരുമ്പം ലക്ഷക്കണക്കിന് ജനങ്ങൾ യേശുവിൻ്റെ സമയത്ത് നടന്നപോലെ രോഗശാന്തികൾക്കും അത്ഭുതങ്ങൾക്കും വേണ്ടി ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട്, അവരുടെ കഷ്ടപ്പാടുകളും ഉണ്ടാകാം. എന്നാൽ അതിനേക്കാൾ ഉപരിയുള്ള ആഴമായ ബോധ്യങ്ങളിൽ ഈ ഇടവക ജനത്തെ വളർത്താൻ ഒരു ഞായറാഴ്ചത്തെ ഒരു പ്രസംഗത്തിനപ്പുറത്തേക്ക് ഈ കൺവെൻഷനുകൾക്കും അപ്പുറത്ത് അതും ഒരു വലിയ ആഘോഷമാണ്. അതിനൊക്കെ അപ്പുറത്ത് എന്താണ് സഭയ്ക്ക് യുവജനങ്ങളെ ചേർത്ത് വെച്ച് കൃത്യമായ സഭാ സ്ട്രക്ചർ, ബൈബിൾ വ്യാഖ്യാനം അല്ലാതെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ സഭയ്ക്ക് പറ്റും? അച്ഛനൊക്കെ അതിനുവേണ്ടി മുൻകൈ എടുക്കാൻ ഇഷ്ടമുണ്ടോ, ചെയ്യുമോ? തീർച്ചയായിട്ടും സഭയ്ക്ക് നിലവിലുള്ള സംവിധാനങ്ങൾ തന്നെ അതിനുള്ള പരിഹാരമാണ്. ഇടവക സംവിധാനത്തിലൂടെയാണ്. ഈ ഇടവക സംവിധാനത്തിൽ ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇടവകയുടെ സംവിധാനങ്ങൾ നടക്കുന്നത്. അത് യുവജനങ്ങളായാലും കുട്ടികളായാലും മുതിർന്നവരായാലും ദമ്പതികളായാലും ആരായാലും അവർ ഒന്നാമത് ചെന്നെത്തേണ്ട സ്ഥലം ബഹുമാനപ്പെട്ട വികാരിച്ചിൻ്റെ അടുത്ത് തന്നെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനോ നിർദ്ദേശിക്കാനോ ഒരു പക്ഷേ അച്ഛനെ കൊണ്ടാവില്ല. പക്ഷേ പരിഹാരം കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് ഇവരെ നയിക്കാൻ തീർച്ചയായിട്ടും അച്ഛന് കഴിയും. അപ്പോൾ അച്ഛനും അതിനുവേണ്ടി ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ രൂപതയ്ക്കോ അല്ലെ മറ്റു രൂപതകൾക്കൊക്കെ ഇവിടെയും നമ്മളെക്കൊണ്ട് പറ്റുന്നത് യുവജനങ്ങളെ സഭാ ചരിത്രത്തിലൂടെയൊക്കെ നയിക്കാൻ പറ്റുന്ന സംവിധാനങ്ങൾ ചെയ്യാൻ മുൻകൈ എടുക്കും പറ്റുന്നിടത്തൊക്കെ. തീർച്ചയായിട്ടും സഭ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അവബോധം ഒന്നാമതായിട്ട് തമ്മിലുണ്ടാവണം. എന്താ സഭ എന്നതിനെക്കുറിച്ചുള്ള അവബോധം, ആ അവബോധം നമ്മെ സഭാസ്നേഹികളാക്കി മാറ്റും. ആ സഭാസ്നേഹം നമ്മെ ഉത്തരവാദിത്വബോധമുള്ളവരാക്കും. അത് നമ്മുടെ ഒരു ആഗ്രഹമാണ്. ക്രിസ്ത്യൻ തുടങ്ങി കുഞ്ഞുങ്ങളെ തുടങ്ങി അവർക്ക് ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട് മാർപ്പാപ്പമാരുടെ ജീവചരിത്രമൊക്കെ ഇവിടെ നമ്മൾ ക്രിസ്ത്യനെ പഠിപ്പിക്കുകയാണ് കൊച്ചുങ്ങളെ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ചുകൂടെ സാങ്കേതികമായിട്ടും കൂടെ ഉപയോഗിക്കുക, പ്രൊജക്ടറൊക്കെ ഇട്ട് ഓരോ കാലഘട്ടത്തെ മാർപ്പാപ്പമാർ അവർ വിശുദ്ധരായവരെ ആദ്യം പഠിപ്പിക്കുന്നു. അപ്പം ഈ കുട്ടികൾ ഒരിക്കലും ഈ മാർപ്പാപ്പയുടെ ചരിത്രം പോലും മറക്കില്ല. അപ്പം നമുക്കും ഇതെല്ലാം നാട്ടിലും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതിലും കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതും അവിടെയാണ്, സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഉപയോഗിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. അതുപോലെ അച്ഛൻ അമേരിക്കയിലായിരുന്നു. എന്താ അച്ഛൻ ആ ഒരു രാജ്യത്തിൻ്റെ വിശ്വാസ യാത്ര അച്ഛന് ഒരു ചെറിയ വാക്കുകളിലൊന്ന് പറയാമോ? ഞാൻ അമേരിക്കയിൽ ജോലി ചെയ്തത് നമ്മുടെ സീറോ മലബാർ വിശ്വാസികൾക്കിടയിലാണ്. ചിക്കാഗോ രൂപതയിലാണ്. വളരെ സന്തോഷകരമായ സംഗതി, നല്ല വിശ്വാസമുള്ള കുടുംബങ്ങളും ആളുകളും തമ്പുരാന് വേണ്ടി ദാഹമുള്ള യുവതലമുറയും നമുക്ക് കണ്ടെത്താനായിട്ട് അവിടെ കഴിയും. എനിക്ക് ഇതിനിടയ്ക്ക് ഒരു കാര്യം കയറി ഞാൻ ചോദിക്കുകയാണ്.
പലരും പറയുന്നു പല ഈ പുറത്തേക്ക് ഇവിടെ നമ്മൾ തന്നെ ഇവിടെ പലരും ചോദിച്ച് ആദ്യ കാലഘട്ടത്തിൽ, ഇപ്പോഴല്ല, അവിടെ പള്ളിയുണ്ടോ, പ്രാർത്ഥനയുണ്ടോ, സൺഡേ സ്കൂൾ കാറ്റഗിസം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞത് പുറത്തേക്ക് പോയ അമേരിക്കയിലെ ഉള്ള ആൾക്കാർ വിശ്വാസത്തിൽ ഉറച്ച വ്യക്തിത്വങ്ങളാണെന്നാണ്. നല്ല ഭാഗവും നമ്മുടെ നാട്ടിലും ഒരു ഏതാനും ആളുകൾ അങ്കുലി പരിമിതമായിരിക്കാം ഈ സഭയോടോ പള്ളിയോടോ ഒക്കെ അടുക്കാത്തവരുണ്ട്. ആ വിധത്തിൽ അവിടെയും കുറവ് കാണാം. നല്ല ഭാഗം ആളുകളും പള്ളിയോടും വിശ്വാസത്തോടും സഭയോടും അടുത്ത് തന്നെ കഴിയുന്നവരാണ്. വേദപാഠ സംവിധാനങ്ങളുണ്ട്, ഇടവകളുണ്ട്, മിഷനുകളുണ്ട്. സിറോ മലബാർ രൂപത ആയി വരുന്നു. ഇപ്പോൾ ഏറെ ഇടവകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, സ്വന്തമായിട്ട് പള്ളികളുണ്ട്, ദേവാലയ സംവിധാനങ്ങളുണ്ട്, വേദപാഠ സംവിധാനങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. ആ വിധത്തിലൊക്കെ വളർന്നു വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായുള്ളതും അഭിമാനകരവുമായ സംഗതിയാണ്. ഞാനിതിൻ്റെ ആദ്യകാലത്ത് അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഞാൻ അവിടെ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 7 വർഷത്തോളമായി. അതിലൊക്കെ വളരെയേറെ വീണ്ടും പുരോഗമിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ആഗോള കത്തോലിക്ക സഭയുടെ അംഗങ്ങളാണല്ലോ നമ്മളെല്ലാവരും. അപ്പോൾ ഇവിടെയാണേലും നമ്മുടെ ഇവിടെ 3 റീത്തും ഒരേപോലെ ശക്തമാണ്, ഒന്നിച്ചാണ് നിൽക്കുന്നത് ഒരു മനസ്സോടെ. ലാറ്റിനും മലങ്കരയും മലബാറും ഒരുപോലെ ശുശ്രൂഷകളിലും എല്ലാം. അപ്പോൾ ഇതൊരു വലിയ ഒരു പൂന്തോട്ടത്തിലെ പുഷ്പങ്ങൾ മനോഹരമായി നിൽക്കുന്ന പോലെ വിശുദ്ധ കുർബാനയിലാണെങ്കിൽ അച്ഛൻ തന്നെ ഇപ്പോൾ കണ്ടു കാണും, എല്ലാ എത്ര ഭാഷക്കാരാണ്. ദുബൈ പള്ളി വേറൊരു ലോകം തന്നെയാണ്. കാരണം സർവ്വ രാജ്യക്കാരെയും 160ഓളം രാജ്യക്കാർ ഇവിടെ 160 മുകളിൽ ഇവിടെ താമസിക്കുന്നുണ്ട്. അതിലെ ക്രിസ്തീയ വിശ്വാസികളെല്ലാം വരുന്ന പള്ളിയാണ് സെൻറ്റ് മേരീസ്. അപ്പോൾ അച്ഛൻ ഇവിടെ വരികയുണ്ടായി. ഇവിടെ അലൈനിൽ അച്ഛൻ ധ്യാനം നടന്നു കഴിഞ്ഞു. അപ്പോൾ ഈ മരുഭൂമിയുടെ യാത്രയിൽ ഇവിടുത്തെ വിശ്വാസത്തെ അച്ഛന് എങ്ങനെ, ഇവിടുത്തെ ജനങ്ങളുടെ വിശ്വാസത്തെയൊക്കെ അച്ഛന് കാണാൻ പറ്റും? എനിക്കേറെ സന്തോഷം, അതിനേക്കാൾ ഉപരി ബഹുമാനം തോന്നുന്നുണ്ട് ഈ വിശ്വാസികളോട്. വീടുകളിലെ ബുദ്ധിമുട്ടുകളുണ്ട്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യമുണ്ട്. ഇതിനൊക്കെ ഇടയിലും പള്ളിക്കും സഭയ്ക്കും വിശ്വാസത്തിനും വേണ്ടി സമയം ചെലവഴിക്കാൻ ഇവിടെ പള്ളി വരുന്ന ആളുകളുടെ എണ്ണം, പള്ളി നിറയെ ആളുകൾ, പള്ളിക്കകത്ത് കൊള്ളാനാവാത്ത വിധം അത്ര വലിയ ജനക്കൂട്ടം, പ്രാർത്ഥിക്കുന്നവർ, സമയം ചെലവഴിക്കാൻ മനസ്സാകുന്നവർ, കുഞ്ഞുങ്ങളെ വേദോപദേശത്തിന് കൊണ്ടുവിടുന്നവർ, ആ വിധത്തിലൊക്കെയും ഏറെ പ്രതീക്ഷ നൽകുന്ന കാഴ്ചയും അറിവുക എനിക്ക് ഇവിടെ കാണാനായിട്ട് സന്തോഷമാണ് ഇവിടെ അല്ലേ കാണുന്നത്. തീർച്ചയായിട്ടും വലിയ സന്തോഷം തന്നെയാണ്. അച്ഛാ, നമ്മളൊരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അച്ഛൻ്റെ ജീവിതവും അച്ഛൻ്റെ കുടുംബവും അതുപോലെ തന്നെ പോയ സാഹചര്യങ്ങളും തിരുസഭയെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ അച്ഛൻ വഹിച്ച പങ്കും അതുപോലെ തന്നെ ദൈവജനത്തോടുള്ള അച്ഛൻ്റെ സ്നേഹവും എല്ലാമായിരുന്നു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പങ്കുവെച്ചത്. ഈ മരുഭൂമിയിലുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അച്ഛന് വലിയ സന്തോഷമുണ്ട്, അഭിമാനമുണ്ടെന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ഇനിയും അച്ഛനെ കൊണ്ട്, കാരണം അച്ഛൻ്റെ മനസ്സിൽ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തത്തെപ്പറ്റിയും ആ അഭിഷേകത്തെപ്പറ്റിയും വ്യക്തമായ കാഴ്ചപ്പാടുള്ളതുകൊണ്ട് അനേകം കുഞ്ഞുങ്ങളെയും അനേകം മനുഷ്യരെയും കുടുംബങ്ങളെയും എല്ലാം ദൈവത്തോടും തിരുസഭയോടും ചേർത്ത് നിർത്താനും പറ്റുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അച്ഛൻ്റെ ജീവിതം മുഴുവൻ ഒരു അനുഗ്രഹമായി മാറട്ടെ. ഞങ്ങൾക്കെല്ലാം വേണ്ടി എന്നും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് താങ്ക് യു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാ